ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് വിളിച്ച അപേക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ്. 107 സങ്കീർത്തനത്തിൽ 19 തിരുലിഖിതം, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ മണിക്കൂറിൽ നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിൻ്റെ അത്ഭുത ദൂതുകൾക്കായി ഉണർത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും ദൈവാത്മാവിനാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യം പ്രവർത്തിക്കുന്നുണ്ട്. റോമാലേഖനം 9 16 തിരുലിഖിതം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇതാ ഇതുപോലെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദയയുടെ അനുഭവം ഉണ്ടായ 1-2 വ്യക്തിയുടെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷിന്നി. ഞാൻ ലണ്ടനിലുള്ള വോക്കിംഗ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ജീവിക്കുന്ന ദൈവം എൻ്റെ ബ്രദറിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമായൊരു ഇടപെടലിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ ബ്രദറിന് അവൻ്റെ വിസ അപ്ലൈ ചെയ്യാൻ അവൻ്റെ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വേണമെന്നായിരുന്നു ഡിമാൻഡ്. അവൻ എല്ലാ ദിവസവും കോളേജിലേക്ക് ചെല്ലും, ലെറ്റർ കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. എന്നാൽ ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവനെ മടക്കി അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ മനസ്സ് മടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 12/8/2010 ഞാൻ ഓൺലൈനിൽ കൂടി അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള മാറാനാത്ത എന്ന പേരിലുള്ളൊരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞ ദൂതുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അച്ഛൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ബ്രദറിന് വിസ അപ്ലൈ ചെയ്യാനുള്ള ലെറ്റർ കിട്ടുകയും വിസ അപ്ലൈ ചെയ്യും കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്താൽ അവിടെ നിന്ന് ഇടപെട്ടതാണെന്ന് ഞാൻ എഴുതി അറിയിക്കാം എന്ന് നേർന്ന് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ഒരു കരം എൻ്റെ ബ്രദറിൻ്റെ ആവശ്യത്തിൽ വ്യാപരിച്ചു. എൻ്റെ ബ്രദറിന് അന്ന് തന്നെ ലെറ്റർ ലഭിക്കുകയും അവൻ സന്തോഷത്തോടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും അവന് വിസ ലഭിക്കുകയും ചെയ്തു. നോക്കുക, ജീവിതത്തിൽ ഒരു ചെറിയ തടസ്സം ഒരു കാര്യത്തിന് വേണ്ടി തുറന്ന് ഒരു തവണ പോകുമ്പോൾ ലഭിക്കേണ്ടതിൽ 10 തവണ പോയാലും 100 തവണ നടന്ന് കാല് തേയണതല്ലാതെ കാര്യത്തിനൊരു നീക്കുപോക്കില്ല. അങ്ങനെ തളർന്നപ്പോൾ ഇതാ ഈ ബ്രദറിൻ്റെ ഒരു സഹോദരി, അവൾ ലണ്ടനിലിരുന്ന് ഓൺലൈനിലൂടെ ദൈവവചനം ശ്രവിച്ച് അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ദൂത് പരിശുദ്ധാത്മാവ് കൊടുത്ത് അവൾ പൊട്ടിക്കരഞ്ഞ്, യേശുവേ, എൻ്റെ സഹോദരൻ ജീവിതത്തിൽ ഇടപെടണമേ, നിലവിളിച്ച് കരഞ്ഞപേക്ഷിച്ച് അന്ന് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരം ആ കുടുംബത്തിൽ അവർക്ക് അനുകൂലമായി വ്യാപരിച്ച്. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സോജി ജോഷി. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ജീവൻ TV-യിലെ മാറാനാത്ത എന്ന ടെലിവിഷൻ പ്രോഗ്രാം അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പലതവണ പ്രാർത്ഥിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എങ്കിലും മാറാനാത്ത വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഉണ്ടായി. ഞാനും ഭർത്താവും ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യം ക്രമീകരിച്ച് തരണമേ എന്ന് അന്ന് കർത്താവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു.
അതുപോലെ 5 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് മക്കൾ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവമേ ഒരു കുഞ്ഞിനെ നൽകണമേ എന്ന് പൊട്ടിക്കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തി തന്നാൽ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതിന് ദൈവം തന്ന ഉത്തരമാണെന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. ഏപ്രിൽ 19 തന്നെ എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. എനിക്കും എൻ്റെ ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ജോലി കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നോക്കുക സഹോദരങ്ങളെ, 5 വർഷമായിട്ട് ഇവർ നരകിക്കുകയാണ്, വേദനിക്കുകയാണ്, കരയുകയാണ്. ഇവരുടെ ജീവിതത്തിലൊരു ആഗ്രഹം, അത് സഫലമാകുന്നില്ല. അതുപോലെ ഇവരുടെ മറ്റൊരു വേദനയാണ്, ഇവർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. അവര് ദൈവവചനം ടെലിവിഷനിലൂടെ കേട്ടപ്പോൾ ആ വചനം കേട്ട അഭിഷേകത്തിൽ ദൈവത്തോട് കരഞ്ഞു, നിലവിളിച്ചു, വിളിച്ചപേക്ഷിച്ചു, ദൈവമേ ഈ ആവശ്യത്തിൽ ഇടപെടണമേ. ദൈവത്തിന്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി വ്യാപരിച്ചു. ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ സൗകര്യമുണ്ടായി. അവർക്ക് മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവവൈതലേ, നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് ദൈവവചനത്തോട്, സർവശക്തമായി ദൈവവചനത്തോട് കാണിക്കുന്നൊരു ബഹുമാനമാണ്. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇപ്പോൾ അവിടെ സന്നിഹിതമായിരിക്കുന്ന 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തവനായ യേശു ക്രിസ്തുവിനോടുള്ള ബഹുമാനമാണ്. ഇവിടെ നാം ഒരുമിച്ച് കൂടി ഈ സ്ഥലത്ത് യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷങ്ങൾ ഇന്നിതാ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതങ്ങളിൽ നിന്നുള്ള അത്ഭുത ശക്തി ഈ സമൂഹങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. എത്രയോ ദൈവമക്കൾ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുകയാണ്. എത്രയോ കുടുംബങ്ങളിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, മെഴുകുതിരി കത്തിച്ചു വെച്ച് നിലവിളിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. ഹൃദയം നുറുങ്ങി എൻ്റെ ദൈവമേ ഇടപെടണമേ എന്ന് പറഞ്ഞ് കരയുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. വിദ്യാർത്ഥിനികൾ, ബാലികാ-ബാലന്മാർ, യുവതിവാക്കന്മാർ, രോഗികൾ, ജോലി തടസ്സമുള്ളവർ, വലിയ പ്രയാസങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തയുള്ളവർ, വലിയ കണ്ണുനീരോടെ കുടുംബത്തിൽ പ്രശ്ന നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടവർ, എല്ലാ കുടുംബങ്ങളുടെ മേലും കണ്ണുനീരിൽ കുതിർന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 51 അധ്യായം അതിൽ 15 തിരുലിഖിതം. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഓ ദൈവമേ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾ വചനം കേട്ട് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് അത്ഭുതങ്ങൾ സ്വീകരിച്ച് സന്തോഷിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും, അന്ധകാര പീഡകളും, നാരകീയ സേനകളും, ദുരാത്മബാധകളും, പാപത്തിന്റെയും രോഗത്തിന്റെയും ശക്തികളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകത്തിൽ 107 അധ്യായം 19 തിരുലിഖിതം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനാ രീതിയാണ് വിളിച്ചപേക്ഷ. നിലവിളിച്ചപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും മൂളിയും മുരങ്ങിയും പ്രാർത്ഥിക്കുന്നുള്ളതല്ല ഒരു വിശ്വാസിയുടെ ജീവിത രീതി. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ജീവിക്കുന്നവനെ കൺമുമ്പിൽ കണ്ടാൽ എന്ന പോലെ വൈകാരികമായി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥന, ആത്മീയത എന്ന് പറഞ്ഞാൽ നിർവികാരമായൊരു മേഖലയാണെന്ന് ചിന്തിക്കരുത്. അവിടെ കരയണം, അവിടെ നോക്കണം, നിലവിളിക്കണം, കണ്ണുനീരൊഴുകണം. ഹൃദയത്തിന്റെ വികാരങ്ങൾ അലിഞ്ഞു ചേരുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഇത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കും. അവിടെ അത്ഭുതം ഉണ്ട്, ഉറപ്പ്. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു ദിവസം അട്ടപ്പാടിയിലുള്ള സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇതാ അട്ടപ്പാടിയിലെ കോട്ടത്തറ എന്ന ദേശത്ത് നിന്ന് ഒരു സഹോദരി വരികയാണ്. ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ സഹോദരി ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ്, വെളുപ്പിനെ നേരം പരിവരാ വെളുക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും പശുവിനെ കറക്കാൻ വേണ്ടി തൊഴുത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പശുവിനെ കറക്കാൻ വേണ്ടി തൊഴുത്തിൽ ചെന്നപ്പോൾ കാണുന്നത് പശുവല്ല, അവിടെ ഇതാ കാട്ടാന നിൽക്കുകയാണ്. ഈ കാട്ടാനയെ കണ്ട് പേടിച്ച് സഹോദരി പരക്കം പാഞ്ഞോടി. കാട്ടാന പിന്നാലെ ഈ സഹോദരിയെ ആക്രമിക്കാൻ പിന്തുടർന്നു. ഈ സഹോദരൻ നിലവിളി ഒച്ചയും കേട്ട് കുടുംബനാഥൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എന്താ അവിടെ എന്ന് വെച്ച് ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ മറ്റൊരു കാട്ടാന നിൽക്കണ്ടായിരുന്നു. ആ കാട്ടാന കുടുംബനാഥനെ ഓടിച്ചുകൊണ്ട് പോയി. ഉടനെ ഇവർ നിലവിളിച്ച് പറഞ്ഞു, മക്കളെ എഴുന്നേക്കരുത്, ആന പുറത്തുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളോട് നിലവിളിച്ച് ഇവർ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓടി. കുടുംബനാഥൻ ഓടി രക്ഷപ്പെട്ടു പോയി. എന്നാൽ ഈ കുടുംബനാഥ പേടിച്ചരണ്ട് അത് 10 അടി ഓടിയപ്പോഴേക്കും കാല് തട്ടിപ്പടഞ്ഞ് അത് നിലത്ത് വീണു. ഇതാ പിന്നാലെ ഓടി വന്ന ആന ഈ സഹോദരൻ തൊട്ടടുത്തെത്തി. ഈ സഹോദരി നിലത്ത് കിടക്കുകയാണ്. ഈ സഹോദരി നോക്കുമ്പോൾ ഈ ആന തൊട്ടടുത്തെത്തി. ആന അതിൻ്റെ കൈ ഉയർത്തി ഈ സഹോദരി ആഞ്ഞ് ചവിട്ടാൻ വേണ്ടി കൈ ഇങ്ങനെ താഴ്ത്തിക്ക് ആഞ്ഞ് ചവിട്ടി അങ്ങനെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ സഹോദരി കണ്ടത്. ആ നിലത്ത് കടന്ന് ആ വെളുപ്പാൻ കാലത്ത് ആരുടെയും സഹായം കിട്ടാൻ നിവൃത്തിയില്ലാതപ്പോൾ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ മനുഷ്യരുടെയോ ആരുടെയും സഹായം കിട്ടാൻ നിവൃത്തിയില്ലാതെ നിസ്സഹായിയായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളെ കണ്ട് ഇനി ആരും എന്നെ സഹായിക്കാനില്ല എന്ന് അറിഞ്ഞപ്പോൾ ആ സഹോദരി സർവ്വ മനം നൊന്തൊരൊറ്റ വിളിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറയുകയാണ്, ഇങ്ങനെ മനം നൊന്ത് നിലവിളിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഇതാ ശക്തമായ ഒരു കരം വന്ന് ഈ സഹോദരിയുടെ തൊട്ട് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം ആ കരം അങ്ങനെ നിന്നു. കുറെ നേരമായിട്ട് ആനയുടെ ചവിട്ട് കൊള്ളുന്നില്ല. സഹോദരിയെ കൈയുടെ അടിയിൽ നിന്ന് ഉരുണ്ടുരുണ്ട് മാറി പിന്നെ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു പോയി. ഈ ആനയാകട്ടെ ഒരു കാര്യം ചെയ്തു. ഇങ്ങനെ ആഞ്ഞു ചവിട്ടിയിട്ട് ആന ചെയ്തത്, ഒരാളെ കൊന്നു കഴിയുമ്പോൾ ചിഹ്നം വിളിക്കാറുള്ളത് പോലെ ആന അവിടെ നിന്ന് സർവ്വത് മറന്ന് മതം കൊണ്ട് ചിഹ്നം വിളിക്കുകയാണ്. അങ്ങനെ ചിഹ്നം വിളി കേട്ടാൽ സമീപത്തുള്ളവർക്ക് അറിയാം ആരെയോ കൊന്നതിന് ശേഷമാണ് ആന ഇങ്ങനെ ചിഹ്നം വിളിക്കുന്നതെന്ന്. അങ്ങനെ നേരം പുലർന്ന് കുറെ നേരം കഴിഞ്ഞപ്പോൾ സമീപവാസികൾ നാട്ടുകാരെല്ലാം ഇറങ്ങി വന്നു ആരെയാണ് കൊന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ സഹോദരി യാതൊരു കേടും പറ്റാതെ ഉണ്ടായ സംഭവം വിവരിക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആനയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞു. ആ ആഞ്ഞ് ചവിട്ടിയിട്ട് ഞാൻ ഒരാളെ കൊന്നു എന്ന ഭാവത്തിൽ ആന എല്ലാം മറന്ന് ചിഹ്നം വിളിച്ച് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച് അങ്ങനെ എല്ലാം മറന്ന് നിൽക്കുകയാണ്. സഹോദരി ഉരുണ്ട് രക്ഷപ്പെട്ടു പോയി. നോക്കുക, ഒരു കരം വന്ന് അവിടെ സഹോദരി രക്ഷിക്കുകയാണ്. ഇതാണ് വിളിച്ചപേക്ഷ. ഹല്ലേലൂയ. സകല നാണവും വിട്ട്, സകല ലജ്ജയും വിട്ട്, സർവശക്തിയോടും കൂടെ, മുഴുവൻ ഹൃദയത്തോടും കൂടെ, മുഴുവൻ ആത്മാവോടും കൂടെ, സർവശക്തിയോടും കൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് ബൈബിൾ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ഞാനും നിങ്ങളും അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവേ, പിതാവേ, പരിശുദ്ധാത്മാവേ, ഇങ്ങനെ ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ വിളിച്ചപേക്ഷിക്കണം. ദൈവനാമം വിളിച്ചപേക്ഷിക്കണം, യേശുനാമം വിളിച്ചപേക്ഷിക്കണം. ഇത് ബൈബിൾ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു കാര്യമാണെങ്കിലും 1-2 അങ്ങനെ സുഖമായിട്ടൊരു കസേര ചാരിയിരുന്ന് പിറു എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് കർത്താവേ എനിക്ക് ദാരിദ്ര്യമുണ്ട്, എനിക്ക് വേദനയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്ന് അത് വ്യക്തമായൊരു കാര്യമല്ല. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ജീവൻ മരണ പോരാട്ടമാണ്, ഇതിൻ്റെ നിർണായക വിഷയമാണ്, എൻ്റെ ദൈവം ഇടപെടാതെ ഈ കാര്യം നടക്കുകയില്ല എന്നൊരു ഹൃദയഭാവത്തോടെ ഹൃദയം നുറുങ്ങി നിലവിളിച്ചാൽ അവിടെ ദൈവശക്തിയുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്.
അതാണ് 34-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് റോസി വർഗീസ്. ഞാൻ ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും കൂടുന്ന വ്യക്തിയാണ്. ഓരോരുത്തരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് നിറയുന്നൊരു അനുഭവം എനിക്കുണ്ടായി. 1.5 കൊല്ലമായി എൻ്റെ മകളുടെ മകൻ MBA പാസ്സായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇൻ്റർവ്യൂ വരും, ജോലി കിട്ടില്ല. അങ്ങനെ 1.5 വർഷമായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളിച്ചപേക്ഷയെക്കുറിച്ചുള്ളൊരു ദൂത് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കേട്ടത്. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ഈ മകന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, എൻ്റെ മകൻ്റെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരുണക്കൊന്ത, മറ്റ് കുരിശിൻ്റെ വഴികൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ. 1 മാസം വിളിച്ചപേക്ഷിച്ചു, ഉത്തരം കിട്ടിയില്ല. വീണ്ടും പിറ്റേ ആഴ്ച വിളിച്ചപേക്ഷിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ വിട്ടില്ല, ഞാൻ തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 1 മാസവും 18 ദിവസവും കഴിഞ്ഞപ്പോൾ എൻ്റെ വിളിച്ചപേക്ഷയ്ക്ക് ദൈവം ഇടപെട്ടു. അവന് അത്ഭുതകരമായി ഉന്നതമായ ഒരു ജോലിയിലേക്ക് അവന് സെലക്ഷൻ കിട്ടി. ഇന്നവൻ 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ജോലിയിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. റോസി വർഗീസ്, അരിമ്പൂർ ഹൗസ്, മുള്ളൂർക്കര PO, തൃശൂർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഒരു കാര്യത്തിന് വേണ്ടി ഒരു തവണ വിളിച്ചപേക്ഷിച്ച് നിർത്തരുത്. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടുന്നുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തു, കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, 1 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കല്യാണം നടക്കണില്ല. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചിട്ടും ജോലി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു തീഷ്ണത തോന്നുന്നില്ലല്ലോ പറയുകയാണ് പലരും. പ്രിയപ്പെട്ട മക്കളെ, 1 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയില്ല എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുക, പിന്മാറ്റത്തിലേക്ക് പോവുക, ഇതാണോ നിന്റെ കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? നീ 2 വർഷം പ്രാർത്ഥിച്ചു, കാര്യം നടക്കുന്നില്ല, എന്നാൽ ശരി പിന്മാറ്റത്തിലേക്ക് പോകാം എന്നാണോ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്? എന്താ ഈ കാര്യത്തെക്കുറിച്ച് രക്ഷിതാവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യത്തിന് വേണ്ടി കുറേ നാൾ പ്രാർത്ഥിച്ചു, കാര്യം കിട്ടിയില്ല, ഞാൻ നിങ്ങൾ എന്തു ചെയ്യണം? എന്താണ് യേശു ക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങൾ, ന്യായാധിപനും വിധവയും എന്നൊരു സംഗതി യേശു ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആ വിധവ ന്യായാധിപന്റെ അടുത്ത് എന്ന് പലതും പറയുന്നുണ്ട്. ന്യായാധിപനാകട്ടെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ വിധവ വിട്ടില്ല. അവൾ നിരന്തരം അവളുടെ കാര്യം നടക്കുവോളം അവൾ മുട്ടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ സമാപനത്തിൽ ന്യായാധിപൻ അവൾക്ക് വേണ്ടി കാര്യം നടത്തി കൊടുക്കുകയാണ്, അവളുടെ പരാതി തീർത്തു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം യേശു ലോകത്തെ പഠിപ്പിച്ചിട്ട് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? ഒരാൾ കരഞ്ഞപേക്ഷിച്ചാൽ, നൊന്ത് വിളിച്ചാൽ അവിടുന്ന് വിളി കേൾക്കുകയില്ലേ? യേശു ചോദിക്കുകയാണ്. അവിടുന്ന് അവർക്ക് നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? എന്നിട്ട് യേശു തന്നെ അതിന് മറുപടി പറയുകയാണ്. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തിയുടെ ഉള്ളിൽ പിശാചൊരു ബോധ്യം കൊടുക്കുകയാണ്, ഞാൻ പാപിയാ, എൻ്റെ ഈ തകർച്ച എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ നിമിത്തം ഉണ്ടായതാ, അതുകൊണ്ട് ഈ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണോ എൻ്റെ പൈതലേ, ദൈവ പൈതലേ? അങ്ങനെയാണോ നിന്നോട് നിന്റെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ പാപങ്ങൾ നിമിത്തമാണെങ്കിലും, നിന്റെ തോന്നിയാസ നിമിത്തമാണെങ്കിലും, നിന്റെ എന്ത് തന്നെ തരത്തിലുള്ള അബദ്ധങ്ങൾ നിമിത്തമാണെങ്കിലും ശരി, നീ ഇന്ന് തകർച്ചയിലാണോ? നീ ഇന്ന് കണ്ണുനീരിലാണോ? നീ ഇന്ന് വേദനയിലാണോ? നിന്റെ ദൈവമായ കർത്താവ് പറയാണ്, നീ കരഞ്ഞപേക്ഷിക്കണം. 107-ാം സങ്കീർത്തനത്തിൽ 17, 18, 19 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്.
ചിലർ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അവർ രോഗികളായി, അവർ തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇതാ അവരുടെ ശരീരത്തിന് ജീവൻ പോലും നഷ്ടപ്പെടാതെ അവർ മൃത്യു കവാടങ്ങളിലേക്ക് നീങ്ങി. ഇനി മരണം മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. അതുപോലെ തകർന്നു. എന്താ അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? 107-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരുടെ കഷ്ടതയിൽ ഇടപെട്ട് അവരെ രക്ഷിച്ചു. അങ്ങനത്തെ ഒരു ദൈവം ബൈബിളിലുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തകർച്ച എൻ്റെ പാപങ്ങൾ നിമിത്തം വന്നതായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ നോട്ടവാശി കുറവ് നിമിത്തം വന്നതായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ നിമിത്തം വന്നതായിരിക്കാം. എന്തുമാകട്ടെ, ഇന്നുതാ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നിന്റെ കഷ്ടതയിൽ നീ ഇന്ന് പൊട്ടിക്കരയുക, നിന്റെ കഷ്ടത നിലവിളിക്കുക, നീ ഇന്ന് കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുക. വിളിച്ചപേക്ഷിക്കുന്ന ഉത്തരമുണ്ട്. വിളിച്ചപേക്ഷിച്ച് 1 ദിവസം 2 ദിവസം 10 ദിവസം അപേക്ഷിച്ച് കിട്ടിയില്ലെങ്കിലും നിർത്തരുത്. നിന്റെ ദൈവമായ കർത്താവ് ഇടപെടുവോളം, എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കുമെന്ന സങ്കീർത്തകൻ അനുഭവത്തിൽ ദൈവം ഇടപെടുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായം 6-ാം തിരുലിഖിതം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവനെ മോചിപ്പിച്ചു. എഴുന്നേറ്റ് നിൽക്കാം. ഓ ദൈവമേ, തകർന്നിരിക്കുന്നവർ, വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവർ, രോഗം മാറി മാറി രോഗം, ഒന്നിന് പുറകെ ഒന്നായി രോഗം, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധ രോഗങ്ങൾ, അങ്ങനെ തകർന്ന കുടുംബങ്ങൾ. ഓ ദൈവമേ, സാമ്പത്തിക തകർച്ച, കടബാധ്യത പെരുകി പെരുകി, ഇനി മരണം മാത്രം മുമ്പിൽ, അതുപോലെ തകർന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ. ദൈവമേ, തകർന്ന കൃഷിയിടങ്ങൾ, തകർന്ന ബിസിനസ്സുകൾ, തകർന്ന ജീവിതം, സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷം, എല്ലാ തരത്തിലും കണ്ണുനീരിൽ കുതിർന്ന് ഇന്ന് തകർന്നിരിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി ഈ നിമിഷം അവിടെ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി തടസ്സങ്ങളിലേക്ക് അത്ഭുതകരമായി ഇറങ്ങട്ടെ. എല്ലാ തടസ്സങ്ങളും, എല്ലാ കണ്ണുനീരും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ തക്കതും അത്ഭുത പ്രാർത്ഥനാ ശക്തി ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. രോഗികളുടെ മേൽ അത്ഭുത ശക്തി നിറയട്ടെ. തകർന്നിരിക്കുന്നവൻ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ വേദനകളും യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് അർപ്പിക്കാം. 65-ാം സങ്കീർത്തനം 2-ാം തിരുലിഖിതം. കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു.
കരങ്ങൾ ഉയർത്തി യേശുവിനെ നാമം ഉറക്കെ വിളിച്ചപേക്ഷിക്കട്ടെ. രോഗികളും തകർന്നവരും യേശുവിനെ വിളിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ യേശുവിനെ വിളിക്കട്ടെ. ബാലികാ ബാലന്മാർ യേശുവിനെ വിളിക്കട്ടെ. സകല കുടുംബങ്ങളിൽ നിന്നും യേശുവിനെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്യുന്നത ശക്തിയാൽ എല്ലാ അന്ധകാരത്തിന്റെ കോട്ടകളും തകരട്ടെ കർത്താവേ. രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം, കൂദാശയായി ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃദയത്തിലെന്താനന്ദം. Hallelujah, Maranatha. Come, Lord Jesus. ഞാൻ പാലാ രൂപത വാക്കാട് ഇടവകയിലാണ്. പേര് ജ്യോതിഷ്. എനിക്ക് 8 വർഷമായിട്ട് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. രോഗം കൂടുന്ന സമയത്ത് ഒരു ദിവസം ഒരു 4 തവണയെല്ലാം ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. 8 വർഷമായി അൾസറിന്റെ രോഗപീഠ നിമിത്തം തകർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ദിവസം 4-5 തവണ ടോയ്ലറ്റിൽ പോകേണ്ട സ്ഥിതി. പലരുടെ മരുന്ന് വാങ്ങി കഴിച്ചു. തീർത്തും മാറാൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞ് കുറയും, അതേ ഉള്ളൂ. ആ അവസ്ഥ നിന്നപ്പോൾ ഞാനിവിടെ വന്ന് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച, അന്ന് ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി, 8 വർഷമായിട്ട് അസുഖമുള്ള ഒരാളുടെ അസുഖം മാറ്റിയിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ വയറിനൊരു വേദന വന്നു. പിന്നീട് ഞാൻ വീട്ടിൽ പോയി ഇപ്പോൾ 2 മാസമായിട്ട് എല്ലാത്തരം ഭക്ഷണങ്ങളും ആവശ്യം പോലെ കഴിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈശോ 8 വർഷമായ അൾസർ രോഗം ആ സ്പോട്ടിൽ അവിടെ വെച്ച് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഓഗസ്റ്റ് മാസത്തിൽ ഇതുപോലെ ആദ്യ വെള്ളിയാഴ്ച സൂടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു മെസ്സേജ് തന്നു. ഉദരത്തിൽ 8 വർഷമായി പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സുഖം. ആ സമയത്ത് തന്നെ ഈ സഹോദരന്റെ ഉദരത്തിൽ ഒരു വേദന ഉണ്ടായി. അതോടുകൂടെ പരിപൂർണമായി അത് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Hallelujah, Maranatha. Come, Lord Jesus.